ഇന്ന് കുഞ്ഞു കൂട്ടുകാർക്കായി ഒരു കൊച്ചു കഥയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ കഥയുടെ പേരെന്താണെന്നറിയാമോ? കുറിഞ്ഞിപ്പൂച്ച. ഒരിത്തിലൊരു പൂച്ചയുണ്ടായിരുന്നു. ആ പൂച്ചയുടെ പേരാണ് കുറിഞ്ഞിപ്പൂച്ച. കുറിഞ്ഞിപ്പൂച്ച ഒരു ദിവസം ഇളം വെയിലും കൊണ്ട് ഇളം കാറ്റും കൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ അതിലെ ഒരു അടയ്ക്ക വിൽപ്പനക്കാരൻ വന്നു. അടയ്ക്ക വിൽപ്പനക്കാരൻ നമ്മുടെ കുറിഞ്ഞിപ്പൂച്ചയോട് ചോദിച്ചു, കുറിഞ്ഞിപ്പൂച്ചേ, എന്താണ് ഇളം വെയിലും കൊണ്ട് ഇളം കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്? കുറിഞ്ഞിപ്പൂച്ച പറഞ്ഞു, എനിക്ക് ഒരു വീടില്ല. അടയ്ക്ക വിൽപ്പനക്കാരൻ കുറിഞ്ഞിപ്പൂച്ചയ്ക്ക് കുറച്ച് അടയ്ക്ക കൊടുത്ത് സഹായിച്ചു. പിന്നെ അതിലെ വന്നത് ഒരു പുകല വിൽപ്പനക്കാരനായിരുന്നു. പുകല വിൽപ്പനക്കാരൻ ചോദിച്ചു, കുറിഞ്ഞിപ്പൂച്ചേ, എന്താണ് ഇളം വെയിലും കൊണ്ട് ഇളം കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്? കുറിഞ്ഞിപ്പൂച്ച പറഞ്ഞു, എനിക്ക് വീട് കെട്ടാനായി തൂണുകളോ അഴികളോ ഇല്ല. പുകല വിൽപ്പനക്കാരൻ കുറച്ച് പുകല കൊടുത്ത് നമ്മുടെ കുറിഞ്ഞിപ്പൂച്ചയെ സഹായിച്ചു. പിന്നീട് അതിലെ വെറ്റില വിൽപ്പനക്കാരനാണ് വന്നത്. വെറ്റില വിൽപ്പനക്കാരൻ കുറിഞ്ഞിപ്പൂച്ചയോട് ചോദിച്ചു, കുറിഞ്ഞിപ്പൂച്ചേ, എന്താണ് ഇളം വെയിലും കൊണ്ട് ഇളം കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്? കുറിഞ്ഞിപ്പൂച്ച പറഞ്ഞു, എനിക്ക് വീട് മേയാനായി ഒന്നുമില്ല. വെറ്റില വിൽപ്പനക്കാരൻ കുറച്ച് വെറ്റില കൊടുത്ത് നമ്മുടെ കുറിഞ്ഞിപ്പൂച്ചയെ സഹായിച്ചു. പിന്നെ അതുവഴി വന്നത് ചുണ്ണാമ്പ് വിൽപ്പനക്കാരനായിരുന്നു. ചുണ്ണാമ്പ് വിൽപ്പനക്കാരനും അതേ ചോദ്യം ആവർത്തിച്ചു, കുറിഞ്ഞിപ്പൂച്ചേ, എന്താണ് ഇളം വെയിലും കൊണ്ട് ഇളം കാറ്റും കൊണ്ട് എങ്ങനെ ഇരിക്കുന്നത്? കുറിഞ്ഞിപ്പൂച്ച പറഞ്ഞു, എനിക്ക് വീട് പൂശാനായി ചുണ്ണാമ്പില്ല. അപ്പോ ചുണ്ണാമ്പ് വിൽപ്പനക്കാരൻ കുറച്ച് ചുണ്ണാമ്പ് കൊടുത്ത് നമ്മുടെ പൂച്ചയെ സഹായിച്ചു. അങ്ങനെ നമ്മുടെ കുറിഞ്ഞിപ്പൂച്ചയ്ക്ക് വീട് കെട്ടാനായി എല്ലാ സാമഗ്രികളുമായി. കുറിഞ്ഞിപ്പൂച്ച അടയ്ക്ക കൊണ്ട് തറ കെട്ടി, പുകല കൊണ്ട് തൂണുകളും അഴികളും വെച്ചു,